ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ രാമായണ മാസാരംഭത്തിനും കർക്കിടക സദ്യയ്ക്കും തുടക്കമായി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് വിപുലമായ പരിപാടികളോടെ തുടക്കമായി. ഇതോടനുബന്ധിച്ച് കർക്കിടക സദ്യയ്ക്കും തുടക്കമായി. തൃശൂർ അമരിപ്പാടം ശ്രീ ഗുരുനാരായണ ആശ്രമം മഠാധിപതി സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജി സത്യൻ തോട്ടത്തിൽ അധ്യക്ഷനായി. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞു. തിരുവിതാംകൂർ കൊച്ചിൻ ദേവസ്വം മുൻ കമ്മീഷണർ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ഭാഗവതാചാര്യൻ ഡോക്ടർ പള്ളിക്കൽ സുനിൽ പ്രഭാഷണം നടത്തി. ഇത് വായിക്കുന്ന ഒരു കുട്ടി അമ്മയോട് എങ്ങനെ ബന്ധപ്പെടണം, അച്ഛനോട് എങ്ങനെ ബന്ധപ്പെടണം, അതുകൊണ്ട് അമ്മ വിധവയാകാതിരുന്നത് കൈകേയി അമ്മയുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണെന്നും അമ്മയെ ഉപദേശിക്കുന്ന ശ്രീരാമചന്ദ്രൻ എന്താ, അച്ഛനുള്ളിലിച്ഛയെന്നാൽ അതന്നിച്ഛയെന്നുറച്ചിടണം എൻ്റെ അമ്മയും. അപ്പോഴേ അമ്മ അമ്മയാകുന്നുള്ളൂ. ഭർത്താവിന്റെ സ്വസൗകര്യങ്ങളെല്ലാം സൗകര്യപൂർവ്വം സ്വീകരിച്ച് സന്തോഷത്തോടെ 3 നേരത്തിന് 6 നേരം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നവളല്ല സഹധർമ്മിണി. മറിച്ച് ഭർത്താവിന്റെ ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞ് അത് സാധിച്ചു കൊടുക്കുന്നവളാണ് ഉത്തമയായ ഭാര്യ എന്ന് മകൻ അമ്മയെ ഉപദേശിച്ചത് കൊണ്ടാണ് രാമായണം ഭഗവാന്റെ അവതാരമായിരുന്നില്ല, മറിച്ച് സാധാരണ മനുഷ്യനെ ഈശ്വര പദവിയിലേക്ക് ആരോഹണം നടത്തിയ മഹാഗ്രന്ഥമാണ് എന്ന് ഞാൻ കർപ്പിച്ചു പറയും. കാരണം അവതാരം എന്ന വാക്കിന്റെ അർത്ഥം താഴോട്ടിറങ്ങി വന്നത്, കമ്മിങ് ഡൗൺ. താരം നക്ഷത്രം, അവതാരം നക്ഷത്രത്തിന് താഴെ, മാനത്തിന് താഴെ അവമാനം, ലക്ഷണത്തിന് താഴെ അവലക്ഷണം. നക്ഷത്രങ്ങളെ പോലെ അത്യുന്നതങ്ങളിൽ നിന്ന് കത്തിക്കൊലിക്കേണ്ട വ്യക്തിത്വങ്ങൾ ഒരു സാധാരണ കുടുംബത്തിൽ ഭൂമിയിൽ ജനിച്ച് നല്ല മകനായി, നല്ല ഭർത്താവായി, നല്ല സഹോദരനായി, നല്ല അച്ഛനായി, നല്ല മുത്തശ്ശനായി, നല്ല രാജാവായി തീർന്നതിൻ്റെ പിന്നിൽ അനുഭവിക്കേണ്ടി വന്ന ജീവിതത്തിലെ ചില ദുഃഖങ്ങളാണ് ശ്രീരാമചന്ദ്രനെ ഇന്നും നമ്മൾ സ്നേഹിക്കുന്നതിന് കാരണമെന്ന് പഠിച്ചാൽ, ഒരേ സമയം 2000-ഓളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് കർക്കിടക സദ്യയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നത്. രാമായണ മാസാചരണത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ 10,000-ങ്ങളാണ് കർക്കിടക സദ്യയിൽ പങ്കെടുക്കാൻ ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിൽ എത്തിച്ചേർന്നത്. കണ്ണാടിയിൽ മുരളീധരൻ പിള്ള എന്നയാളുടെ നേതൃത്വത്തിൽ 60 അംഗ സംഘമാണ് സദ്യ ഒരുക്കാൻ രംഗത്തുള്ളത്. CDNet ന്യൂസ്, ഓച്ചിറ.